കന്യാകുമാരിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണം. കോളേജിന് മുന്നിൽ വൻ പ്രതിഷേധം. കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം കരുങ്കലിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി അൻസിജയുടെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് കോളേജിന് മുന്നിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നടത്തുന്ന പ്രതിഷേധം ശക്തമാകുന്നു. അൻസിജയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സംഭവത്തിൽ അടിയന്തരമായി നീതി ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. കോളേജ് ഗേറ്റിന് മുന്നിൽ ഉപരോധ സമരം തീർത്ത വിദ്യാർത്ഥികളെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. മുതുകത്തിടിച്ച് എന്റെ അമ്മേനെ വണ്ടി കൊണ്ടിടിച്ച്. പോലീസ് നടപടിയെ തുടർന്ന് പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥ ഉടലെടുത്തു. തുടർന്ന് രക്ഷിതാക്കളും സഹപാഠികളും കോളേജ് മാനേജ്മെന്റുമായി രൂക്ഷമായ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു. മാനേജ്മെന്റിന്റെ പീഡനവും അനാസ്ഥയുമാണ് വിദ്യാർത്ഥിനിയുടെ മരണത്തിന് കാരണമായതെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആരോപണം. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരാനാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തീരുമാനം. കോളേജ് പരിസരത്ത് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇൻക്വസ്റ്റ് നടപടികളുമായി വന്ന തമിഴ്നാട് പോലീസിനെ നാട്ടുകാർ തടഞ്ഞ് പോലീസ് വാഹനത്തിന്റെ ചാവി ഊരി പ്രതിഷേധിച്ചു. എന്തോന്ന് പോലീസ് നിങ്ങൾ ഈ കൊച്ചിന്റെ എല്ലാവരും ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങളെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് വേറെ എതിരെ അഭിപ്രായമില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, അതിനകത്തൊന്നും വേറെ പ്രശ്നമില്ല. അതൊക്കെ തരാം. ഇവിടെ ആരെങ്കിലും ഒരാൾ നിൽക്കട്ടെ, ഇവിടെ ആരെങ്കിലും പോലീസുകാർ നിൽക്കട്ടെ. നിങ്ങൾ പോയിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ നൈസായിട്ട് വീട്ടിൽ പോകേണ്ട പരിപാടി, പോകേണ്ട പരിപാടി നിങ്ങൾ പോകല്ലേ, നിങ്ങൾ എന്തിനു പോകില്ല. പോകില്ല വണ്ടി ചാവിയൊന്നുമില്ല. വണ്ടി ചാവി
കൊച്ചിനെ വന്നിട്ട് അവിടെ പൈസ വേണ്ടിയിട്ട് തമ്മാടുത്ത് കാണിക്കണം. 48 മണിക്കൂറായി സാർ, 48 മണിക്കൂറായി. പൈസ അതിരിക്കത്തേ ഉള്ളൂ. നമ്മളൊരു തീരുമാനം എടുക്കൂല. GTV ന്യൂസ് തിരുവനന്തപുരം.